എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ തന്നെ മഹാദേവന്റെ ഉഗ്രസ്വരൂപത്തോടുകൂടി മഹാദേവനെ ആരാധിക്കുന്ന ഒരേ ഒരു ക്ഷേത്രം, തന്നെ വിശ്വസിച്ചെത്തുന്ന ഭക്തന്മാർക്ക് അവരുടെ എന്താഗ്രഹവും നിറവേറ്റി കൊടുക്കുന്ന ഒരു മഹാദേവൻ കുടികൊള്ളുന്ന ക്ഷേത്രം. ആ ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാ മഹാദേവ ഭക്തരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചതിന് ശേഷം വീഡിയോ കാണണേ. കോട്ടയം ജില്ലയിൽ പാലായ്ക്കടുത്ത് മീനച്ചിലാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു മഹാദേവ ക്ഷേത്രം, അതെ, കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. തന്നെ വിശ്വസിച്ചെത്തുന്ന ഭക്തന്മാർക്ക് രോഗശാന്തി, ഫലഭൂയിഷ്ഠത, സമൃദ്ധി എന്നിവയാൽ അനുഗ്രഹീതം നൽകുന്ന ഒരു ക്ഷേത്രം. ഭക്തന്മാർ എന്താഗ്രഹിച്ചാലും ആ പ്രാർത്ഥന നിറവേറ്റി കൊടുക്കുന്ന ഒരു മഹാദേവനാണ് ഇവിടെ കുടികൊള്ളുന്നത്. മറ്റെല്ലാ ശിവക്ഷേത്രങ്ങളിലും ശിവലിംഗത്തെ ആരാധിക്കുമ്പോൾ ഉഗ്രസ്വരൂപനായി മഹാദേവനെ കല്ലിൽ നിർമ്മിച്ച ഒരു വിഗ്രഹം ഈ ഒരു ക്ഷേത്രത്തിന് മാത്രം പ്രത്യേകതയാണ്. മീനമാസത്തിലെ അശ്വതി നക്ഷത്രത്തിലാണ് 8 ദിവസത്തെ വാർഷിക ഉത്സവം ഇവിടെ ആരംഭിക്കുക. ക്ഷേത്രത്തിൽ ആരാധിക്കപ്പെടുന്ന പരമശിവനെ കടപ്പാട്ടൂരപ്പൻ എന്ന് സ്നേഹപൂർവ്വം ഭക്തജനങ്ങൾ വിളിക്കുന്നു. കുംഭമാസത്തിലെ ശിവരാത്രിയാണ് ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേക ഉത്സവം. ക്ഷേത്രത്തിൽ ആരാധിക്കപ്പെടുന്ന ശിലാവിഗ്രഹം നാഗഭൂഷണ ലിംഗമാണ്. അതിൽ ശിവന്റെ രൂപം കൊത്തിവെച്ചിട്ടുണ്ട്. 1960 ജൂലൈ 14 ഇവിടെ ഒരു അതിരാമത്തിന് കീഴിൽ ആകസ്മികമായി ഈ വിഗ്രഹം കണ്ടെത്തുകയായിരുന്നു. ശിവലിംഗത്തിന്റെ ഉത്ഭവം ഗൗണ മഹർഷിയിൽ നിന്നാണ് എന്നാണ് വിശ്വാസം. അദ്ദേഹം ഇവിടെ തീവ്രമായ ധ്യാനം നടത്തിയിരുന്നു. ക്ഷേത്രത്തിൽ പൂജിച്ച വിഗ്രഹം ഗൗണ മഹർഷി ആരാധിച്ചിരുന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു. ഇവിടത്തെ നാട്ടുകാർ സന്യാസിക്ക് എല്ലാ സഹായവും നൽകിയതിനാൽ ഈ സ്ഥലം കടപ്പെട്ട ഊര് എന്നറിയപ്പെട്ടു. അതായത് ഋഷി ഈ പ്രദേശത്തെ ജനങ്ങളോട് കടപ്പെട്ടിരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളായി ആ ഒരു വിഗ്രഹം അത്തിമരത്തിൽ മറഞ്ഞിരുന്നു. എന്നാൽ കൊടുങ്കാറ്റുള്ള ഒരു ദിവസം മഠത്തിൽ പാച്ചുനായർ ഈ മരം വെട്ടാൻ ശ്രമിക്കുകയും എന്നാൽ അത് പരാജയപ്പെടുകയും ചെയ്തു. മരത്തിന്റെ പകുതി മുറിക്കുന്നതിന് മുമ്പ് തന്നെ അത് എതിർ ദിശയിലേക്ക് വീണു. ശിവലിംഗം തുറന്നു കാട്ടി. വാർത്ത കേട്ട് ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി. ഇത് ദേവന്റെ പ്രതിഷ്ഠയിലേക്ക് നയിക്കുകയായിരുന്നു. ക്ഷേത്രത്തിന്റെ പ്രാരംഭഘടന തൃപ്തികരമല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 2006 അതിന്റെ സ്ഥാനത്ത് പുതിയൊരു ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടു. ചെമ്പ് പൊതിഞ്ഞ പിരമിഡിൽ മേൽക്കൂരയും സ്വർണ്ണ താഴികക്കുടവുമുള്ള ചതുരാകൃതിയിലുള്ള ശ്രീകോവിലാണ് പിന്നീട് പണിതത്. ശ്രീകോവിലിൽ ചുവരുകൾ ശില്പങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു. നമസ്കാര മണ്ഡപത്തിൽ ചെമ്പ് പൊതിഞ്ഞ പിരമിഡിൽ മേൽക്കൂരയും സ്വർണ്ണ താഴികക്കുടവുമുണ്ട്. ഗണപതി, ശാസ്താവ്, നാഗം, ഭഗവതി എന്നിവരാണ് ക്ഷേത്രത്തിലെ മറ്റു ഉപദേവതകൾ. എല്ലാ വർഷവും ജൂലൈ 14 വിഗ്രഹ ദർശന ദിനം ആഘോഷിക്കുന്നു. ആ ദിവസം പുലർച്ചെ 4 മുതൽ അഖണ്ഡ നാമജപ യജ്ഞമുണ്ടായിരിക്കും. ഉച്ചയ്ക്ക് 2 മണിയോടെ വിഗ്രഹ ദർശന പൂജ നടത്തുകയും ശ്രീകോവിലിന്റെ വാതിലുകൾ ദർശനത്തിനായി തുറക്കുകയും ചെയ്യുന്നു. കർക്കിടക വാവുനാളിൽ ക്ഷേത്രത്തിന് സമീപം മീനച്ചിലാറിന്റെ തീരത്ത് ആയിരങ്ങൾ വാവുബലി അർപ്പിക്കും. കന്നി, തുലാം മാസങ്ങളിലെ ആയില്യം നാളിൽ നാഗദേവതയ്ക്ക് ആയില്യം പൂജയുണ്ട്. തിങ്കൾ, ശനി, പ്രദോഷം ദിവസങ്ങൾ, മണ്ഡലം, മകരവിളക്ക് കാലം, രാമായണ മാസം എന്നിവയും ഇവിടെ പ്രധാനമാണ്. ശബരിമല തീർത്ഥാടകർക്ക് ഈ ക്ഷേത്രം ഒരു പ്രധാന രാത്രികാല അഭയകേന്ദ്രവും വിശ്രമ കേന്ദ്രവും കൂടിയാണ്. അതിനാൽ തന്നെ ശബരിമലയിലേക്കുള്ള യാത്രാമധ്യേ എല്ലാ വർഷവും ആയിരക്കണക്കിന് ശബരിമല തീർത്ഥാടകരാണ് കടപ്പാട്ടൂർ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തുന്നത്. ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത് എങ്ങനെയെന്ന് നോക്കാം. കോട്ടയം ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമമാണ് കടപ്പാട്ടൂർ. ജില്ലാ ആസ്ഥാനമായ കോട്ടയത്ത് നിന്ന് ഏകദേശം 30 കിലോമീറ്റർ കിഴക്കായി പാലാ നഗരത്തിന് സമീപം മീനച്ചിലാറിന്റെ തീരത്താണ് ഈ ഒരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ക്ഷേത്രത്തിലാണ് സാക്ഷാൽ ഉഗ്രസ്വരൂപ വിഗ്രഹത്തിൽ ശ്രീ കടപ്പാട്ടൂരപ്പൻ കുടികൊള്ളുന്നത്. അപ്പോൾ കടപ്പാട്ടൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവച്ചത്. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.